പെരുമ്പാവൂർ സീറ്റിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റിലെന്ന് ഉറപ്പായതോടെ മനോജ് മൂത്തേടനായി സമ്മർദ്ദം ശക്തമാക്കി സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത. മനോജ് മൂത്തേടൻ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കേണ്ടി വരുമെന്ന് അതിരൂപത പാസ്റ്റർ കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ റിജു കാഞ്ഞുകാരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾക്കെതിരെ അതിരൂപത പ്രവർത്തിക്കും. പെരുമ്പാവൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി യാക്കോബായക്കാരൻ ആണെന്നും സിറോ മലബാറുകാരൻ എന്തിന് വോട്ട് ചെയ്യണമെന്നും റിജു കാഞ്ഞൂരക്കാരൻ ചോദിച്ചു. എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന DCCയുടെ വൈസ് പ്രസിഡന്റായ മനോജ് മൂത്തേടനെയാണ് എറണാകുളം അതിരൂപത മുന്നോട്ട് വയ്ക്കുക. അദ്ദേഹം അതിന് അർഹനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. ഏറ്റവും മികച്ച സാമാജികനായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എല്ലാ നേതൃത്വത്തിലും, കേരള നേതൃത്വത്തോളം കേന്ദ്ര തലത്തിലും എല്ലാവരോടും ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി അനിൽ ജോർജാണ് ചേരുന്നത്. അനില്, സഭയുടെ സമ്മർദ്ദ തന്ത്രം അതിപ്പോഴും ഈ അവസാന ഘട്ടത്തിലും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ ശ്യാമലി, എറണാകുളം അങ്കമാലി അതിരൂപത പറയുന്നത് അവർക്ക് എറണാകുളം ജില്ലയിലും തൃശൂർ ജില്ലയുടെ ഭാഗങ്ങളിലുമായി പരന്നു കിടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മുമ്പ് 3-ലേറെ സ്ഥാനാർത്ഥികളെ UDF നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ അത് ഇപ്പോൾ ഉറപ്പുള്ളത് ഒരേയൊരു സീറ്റിൽ മാത്രമാണ്, അങ്കമാലിയിൽ മാത്രമാണ്. അതിനാൽ പെരുമ്പാവൂരിൽ കൂടി അതിരൂപതക്കാരനായ ആളെ പരിഗണിക്കണം എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് അതിരൂപത പറയുന്നു. പെരുമ്പാവൂർ സീറ്റിൽ കോൺഗ്രസ് നേതാവ് മനോജ് മൂത്തേടനെ മത്സരിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റണം, ആരോപണ വിധേയനാണ് എൽദോസ് കുന്നപ്പള്ളി എന്നും ഇവർ പറയുകയും ചെയ്യുന്നു. മനോജ് മൂത്തേടൻ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ അതിരൂപതയ്ക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരുമെന്ന് UDFന് ഇവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഒപ്പം കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾക്കെതിരെ അതിരൂപത പ്രവർത്തിക്കും എന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. കാരണം അതിരൂപതയ്ക്കെതിരായ പോലീസ് നടപടികൾക്ക് ചുക്കാൻ പിടിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. LDF സർക്കാർ അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കുമെതിരായ പോലീസ് നടപടികൾ എന്തിനു നടത്തി എന്ന് ചിന്തിക്കണം അവർ എന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ ചാലക്കുടിയിലും അങ്കമാലിയിലും മുൻപ് എടുത്ത, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്ത അതേ സമീപനം തന്നെ അതിരൂപത തുടരും എന്നും ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും സമ്മർദ്ദം കൃത്യമായ നിലയിൽ തന്നെ ഉപയോഗപ്പെടുത്തി മനോജ് മൂത്തേടന് സീറ്റ് ഉറപ്പിക്കുക എന്നത് തന്നെയാണ് അതിരൂപതയുടെ ആദ്യ ലക്ഷ്യം.